ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് പള്ളിയിലേക്ക് കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ റോഡിൻ്റെ സൈഡിലുള്ള മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ സൈഡ് റോഡിലേക്കൂടെ ഇങ്ങനെ നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ എത്തിയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നാട്ടിൽ വരുന്നതിൻ്റെ തലേന്നത്തെ ദിവസം വന്നിട്ട് നമ്മൾ അബുദാബിയിലേക്ക് പോയത് നമ്മൾ ദുബൈയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ആമാൻ്റെ മോൻ വന്നിട്ട് നമ്മളെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ഗന്തോത്ത് റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ വരാറ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലെ ഫുഡ് തന്നെയാണ്. നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ ഗ്രാൻഡ് മോസ്ക് മസ്ജിദിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ദുബൈയിൽ നിന്ന് അബുദാബിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഓടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് ഓരോ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും സായിക്കും ആമാൻ്റെ മോനും ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് മോസ്ക് മസ്ജിദിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതല്ല, ഇനി ഇത് കയറിയപാട് ഒരുപാട് കറങ്ങാനുണ്ട് കേട്ടോ. ഒരു കാർ പാർക്കിങ് ചെയ്യണമെങ്കിൽ. അങ്ങനെ നമ്മളിതാ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവർ പറഞ്ഞ വഴിയിലൂടെ നമ്മൾ പോയിട്ട് 2-3 പ്രാവശ്യം റൗണ്ട് ചെയ്ത് എന്ത് മനസ്സിലാവായിട്ട് വീണ്ടും നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ട് ഇനിയും വീണ്ടും ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ സ്ഥലം നോക്കി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ നോക്കിയാ. നല്ല മറ്റേ ഗാർഡൻ്റെതും പിന്നെ അവിടുത്തെ കാണുന്ന കാഴ്ചയെല്ലാം നല്ല അടിപൊളിയുണ്ട്. അങ്ങനെ നമ്മളിതാ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ അങ്ങോട്ടേക്ക് പോകുകയെന്ന് കേട്ടോ. ഇനി പോയിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ വേറെ ആരും അർഷിക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല, വന്നിട്ടില്ല. നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിന്. അപ്പോൾ സാധനം എല്ലാം പർച്ചേസ് ചെയ്യാനെല്ലാം പോണത്ര അങ്ങനത്തെ എല്ലാം തിരക്കെല്ലാം ഉണ്ടായിന്. അപ്പം നമ്മളിതാ ഇങ്ങനെ നടക്കുകയെന്ന് കേട്ടോ. പിന്നെ അവിടെ കയറണമെങ്കിൽ തലമറക്കണം പള്ളിയിൽ. പിന്നെ അന്യമതത്തിൽപ്പെട്ടവരെല്ലാം വന്നു കഴിഞ്ഞാൽ അവർ തല മറച്ചിട്ടില്ലെങ്കിൽ മുടിയൊന്നും കാണാൻ പാടില്ല. അവിടെ തന്നെ വാടകക്ക് ഇങ്ങനെ ഒരു പർദ്ദ പോലത്തെ സാധനം കിട്ടലുണ്ട് കേട്ടോ. അത് ഇട്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. പിന്നെ അവിടെ ഒരു ഫ്രീ ആയിട്ടാണ്. പക്ഷേങ്കിൽ അവിടെ നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാനുണ്ട്. അതൊരു QR കോഡ് കിട്ടും. ആ കോഡ് വെച്ചിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടൽ. അങ്ങനെ നമ്മളിതാ എക്സലേറ്ററിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകുകയെന്ന് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പള്ളി കണ്ടില്ലേ, എന്ത് മനോഹരമായ പള്ളിയാണെന്നറിയാം. നിങ്ങളൊന്ന് കണ്ടോക്കട്ടോ. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. മനോഹരമായ പള്ളി തന്നെയാണ്. പിന്നെ അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാനൊരു താജ്മഹൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനാ കാണി എത്രയോ നല്ല ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ. താജ്മഹലിലെല്ലാം കയറാൻ വേണ്ടിയിട്ടെല്ലാം പൈസ കൊടുക്കണ്ടേ, ടിക്കറ്റിനെല്ലാം പൈസ വേണം. പക്ഷെ ഇവിടെ അങ്ങനെ പൈസ ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ എത്തിയിട്ട് ഇത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും അവരവരെ മൊബൈലിലേക്ക് ഇങ്ങനെ ഓരോ ചിത്രങ്ങളെല്ലാം ഇങ്ങനെ പകർത്തിയെടുക്കുന്നുണ്ടാ. എനിക്ക് എൻ്റെ ഒന്നിച്ചിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഞാൻ കഴിയുന്ന വിധത്തിലുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടില്ലോ. ഫോട്ടോസും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ആ പള്ളിൻ്റെ ചുറ്റുപാടത്തിലും കണ്ട നല്ല രസമില്ല കാണാൻ വേണ്ടി. ഫുൾ മാർബിളോട് ഇങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഫിനിഷായ സ്ഥലം. പിന്നെ ഇവിടെ തന്നെ ഒന്നിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം എന്ന് വെച്ചാൽ 31,000 ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള, എന്തെന്നാ പറയണ്ടേ, ഇതിനെ പുകയറ്റി പറയാനല്ലാണ്ട് ഇതിനെ ഒരാളും കുറ്റം പറയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല മനോഹരമായ സ്ഥലമാണിത്. അപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ. കണ്ടിട്ട് മതിയായിട്ടാ. പിന്നെ അന്ന് നമുക്ക് ടൈമും ഉണ്ടായിട്ടില്ല അത്ര. വേഗം കണ്ടു, ഉള്ളെല്ലാം കണ്ടിട്ടെല്ലാം വേഗം ചെയ്തേ.
ഇതിന്റെ ഉള്ളിൽ കയറിയാലും പിന്നെ സെക്യൂരിറ്റി ഇങ്ങനെ തലയിന്ന് തട്ടി ഇങ്ങനെ നീങ്ങുമ്പോൾ എല്ലാരോടും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മുടി കാണിക്കാൻ പാടില്ല എന്ന് അവരെ ഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിൽ യോയോന്നാക്കിയിട്ടില്ലല്ലോ ഫോട്ടോ എല്ലാം എടുക്കുന്നില്ലേ, അങ്ങനെ ഒരു പെൺകുട്ടി എടുക്കുന്ന കണ്ടിട്ട് അതൊന്നും എടുക്കാൻ പാടില്ല എന്നിട്ട് മൊബൈലെല്ലാം വാങ്ങിയിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കുന്നുണ്ടായിന്. അപ്പൊ അങ്ങനെയൊന്നും പറ്റൂല, അത്രക്കും ബഹുമാനാന്ന് കേട്ടാ. അപ്പൊ ഒരു മുടി പോലും കാണാൻ വേണ്ടിട്ട് അവര് വിടുന്നില്ല. അങ്ങനെ ഇല്ല, അവരെ ഒന്നെങ്കിലും കയറണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തന്നെ പർദ്ദ വാടകയൊക്കെ എടുത്തിട്ട് വന്നിട്ട് എല്ലാരും ഇട്ടിട്ട് വന്നത്. അപ്പൊ മുടി ഇങ്ങനെ നീ ഇങ്ങനെ നോക്കിയിട്ട് നിക്കുന്നുണ്ട് അതിന് സെക്യൂരിറ്റി അത്രക്കും. പിന്നെ അതിലൊരു ഭയങ്കരമായ ഒരു സ്ഥലമാണ് കേട്ടാ. അങ്ങനെ നമ്മളിത് അതിന്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങി എന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നടന്നാലും നമുക്കത് ഒരു മടുപ്പ് തോന്നുന്നില്ല, അത്രക്കും നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ ഇതിന്റെ ഉള്ളിലേക്കെല്ലാം കാണാനുണ്ട്. അങ്ങനെ കണ്ടതിന് ശേഷം നമ്മളിതാ പുറത്ത് ഉദ്യാനത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയെന്ന് കേട്ടാ. അപ്പം മുറ്റത്തില്ല പച്ചപ്പും പിന്നെ നല്ലൊരു പരവതാനി വിരിച്ചണൊക്കെ നല്ല രസമുണ്ട് കാണാന്. വെള്ളത്തിൻ്റെതും അതുപോലെ ഗാർഡനും അവിടുത്തെ ഏരിയയെല്ലാം കാണാൻ എന്ത് ഭംഗിയാന്നറിയാം. ഒന്നും കൂടെ പോയാലോ എന്നുള്ളൊരു ചിന്ത ഇല്ലാണ്ടില്ല, അത്രക്കും മനോഹരമായ സ്ഥലം. പക്ഷെ ഒറ്റക്ക് പോയോണ്ടോന്നൊന്നും അറിയില്ല, എനിക്കൊരു തൃപ്തി ആയിട്ടില്ല പോയിട്ട്. ഇനി ഇൻഷാല്ല ഇനി പോവുകയാണെങ്കിൽ ഒന്നും കൂടെ പോകണം ഇങ്ങോട്ടേക്ക്. പിന്നെ എൻ്റെ അർഷിയും ഷാനിയെല്ലാം എന്നിട്ട് ദുബൈയിൽ, പിന്നെ ഇക്കാക്കി അമ്മാൻ്റെ മക്കളും രണ്ടിക്കാക്കി എല്ലാം പിന്നെ അബുദാബിയിലാണ് കേട്ടാ. അപ്പോൾ അബുദാബിയിലാണ് അവിടെ കൂടുതൽ ആളുള്ളത്. പക്ഷെ ഇവര് 2-3 ആളാണ് ദുബൈയിലുള്ളത്. അങ്ങനെ നമ്മളിതാ തിരിച്ചിട്ട് ഇങ്ങനെ പോയ പോലെ തന്നെ തിരിച്ച് നടന്ന് വരുന്നിട്ടാ. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ പോയത് ഇക്കാക്കാൻ്റെ റൂമിലേക്കാണ് കേട്ടാ. അപ്പൊ ഇവിടെയാണ് കേട്ടോ ഇക്കാക്കാന്റെ റൂം. പിന്നെ റൂമൊന്നും ഞാൻ കാണിക്കുന്നില്ല, അവിടെ കയറിയതിന് ശേഷം ഇല്ലത് കാണിച്ചിട്ടില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇക്കാക്കയും അതുപോലെ ആമാന്റെ 2 മക്കളും പിന്നെ അനിയത്തിന്റെ പുതിയാപ്പള സായിക്ക ഇങ്ങനെ എല്ലാരും കൂടിയിട്ട് ഇതാ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇടുക്കി ഗോൾഡ് റെസ്റ്റോറന്റ്, അവിടെ നിന്നിട്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചോറും തിന്നതിന് ശേഷം നേരെ തിരിച്ചിട്ടിതാ നമ്മളെ റൂമിലേക്ക് വരുന്നട്ടാ. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങളെല്ലാവരും ശരിക്കും സായിദ് മസ്ജിദ് കണ്ടില്ലേ? അപ്പോൾ ഗ്രാൻഡ് മോസ്ക് എന്നറിയപ്പെടുന്ന ഈ പള്ളി എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.